ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടും ഉപരിപഠനം നടത്താൻ കഴിയാത്ത അവസ്ഥ വരിക എന്ന് പറയുന്നത് ഒരു ദുരന്തം തന്നെയാണ്. അത് അധ്യയന വർഷത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണാറുമുണ്ട്. പതിവായി തന്നെ ഈ സംഭവങ്ങൾ കാണുന്നുണ്ട്. കാരണം +1 സീറ്റുകളുടെ കുറവ് തന്നെയാണ് ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്നത്തെ കാര്യത്തിൽ ഈ +1 സീറ്റുകളുടെ കുറവ് തന്നെയാണ്. ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. നിയമസഭ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം അത്രമേൽ വലുതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. ഇന്ന് ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. അടിയന്തര പ്രമേയമായി തന്നെ ഈ വിഷയം കൊണ്ടുവരികയും ചെയ്തു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച വിമർശനം എന്ന് പറയുന്നത് 1000 ബാറുകൾ തുറന്നിട്ട് പോലും ഒരു +1 സീറ്റ് പോലും കൂട്ടിയില്ല സർക്കാർ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മലബാർ മേഖലയെ തന്നെയാണ്. മലപ്പുറത്തുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഈ +1 സീറ്റുകൾ കുറവ് മൂലം അവർക്ക് ഉപരിപഠനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നത്. അത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. മലബാർ മേഖല അനുഭവിക്കുന്ന ഈ ദുരിതം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കാലങ്ങളായി ഇത്തരത്തിലുള്ള ഈ ദുരിതം ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി മന്ത്രി പറഞ്ഞ സംഭവങ്ങളെയും ഇപ്പോൾ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. നിയമസഭയിൽ മന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ ഏതാണ്ട് 5000-ൽ പരം സീറ്റുകൾ അവിടെ കൃത്യമായ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലും ഉപരിപഠനത്തിന് യോഗ്യതയുള്ള ഒരു വിദ്യാർത്ഥിക്കും അതിന് പോകാതിരിക്കേണ്ട ഒരു സാഹചര്യമില്ല. അവർക്കെല്ലാവർക്കും അതിനുള്ള അവസരം ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്, അതിനാശംസിക്കുകയാണ്. പക്ഷേ അവിടെ ഈ സീറ്റുകളുടെ വർധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. സീറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞിട്ടുള്ള കണക്കുകൾ, അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയർന്നു വരുന്നത്. ഏതാണ്ട് 5000 സീറ്റുകളുടെ കണക്കാണ് മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ ഈ 5000-ൽ ഉൾപ്പെടുന്നത് +1 സീറ്റുകൾ മാത്രമല്ല, മറിച്ച് ITI ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളുടെ സീറ്റുകളുടെ എണ്ണങ്ങളുടെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇത്തരത്തിൽ 5000-ൻ്റെ കണക്ക് മന്ത്രി പറഞ്ഞത് എന്നുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ്സിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി തന്നെയുള്ള വിജയമാണ് ഇത്തവണ നമ്മൾ കണ്ടതും. 10ാം ക്ലാസ്സിൽ കൃത്യമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അവർക്ക് കൃത്യമായും ഉപരിപഠനത്തിനുള്ള യോഗ്യത, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അതിനുള്ള നടപടികൾ അത് വളരെ വേഗം തന്നെ നടത്താൻ കഴിയട്ടെ. മന്ത്രി പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ള മന്ത്രിയുടെ വാക്ക് അത് യാഥാർത്ഥ്യമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്.